മഹാനായ ഫിലോസഫർ ഫ്രീഡ്രിക് നീച്ച പറഞ്ഞതിതാണ്. സ്ട്രെങ്ത് ഒരിക്കലും നിന്റെ കംഫർട്ട് സോണിൽ നിന്നും വരില്ല, അത് കെയോസിൽ നിന്നാണ് ജനിക്കുന്നത്. ഇതൊരു വെറും കവിതയല്ല, ഇതൊരു കൃത്യമായ സൈക്കോളജിക്കൽ ഡയഗ്നോസിസാണ്. ജീവിതത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഓർക്കുക, യഥാർത്ഥ വളർച്ച എപ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തും. കാരണം നീ മറ്റുള്ളവരിൽ നിന്നുള്ള വാലിഡേഷൻ വിടുമ്പോൾ നീ അവർക്ക് അൺകൺട്രോളബിളായി മാറും. അപ്പോൾ അവർ നിന്നെ അരഗൻ്റ് എന്നും സ്ട്രേഞ്ച് എന്നും ലേബൽ ചെയ്യും. നിനക്ക് പല ബന്ധങ്ങളും നഷ്ടപ്പെടും, നീ ഒറ്റയ്ക്കാകും. പക്ഷേ സ്വാതന്ത്ര്യവും ഏകാന്തതയും വേർപെടുത്താനാവാത്തതാണ്. ഒറ്റപ്പെടൽ സഹിക്കാത്തവർക്ക് ഒരിക്കലും ആ ഫ്രീഡം സഹിക്കാനാവില്ല. മിക്ക ആളുകൾക്കും ജീവിതം എളുപ്പമാകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, മേക്ക് യുവർ സെൽഫ് സ്ട്രോങ്ങർ. ഒരു തകർക്കാനാവാത്ത മനസ്സ്, അൺബ്രേക്കബിൾ മൈൻഡ് സൃഷ്ടിക്കാൻ നീ ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിർത്തണം. പെയിനിൽ നിന്ന് ഓടിയൊളിക്കുന്നത് നിർത്തുക. നിന്റെ വേദനകളെ നിന്റെ ഇന്ധനമാക്കി മാറ്റുക. മീനിംഗ് ഔട്ട്സോഴ്സ് ചെയ്യുന്നത് നിർത്തുക. നിന്റെ ജീവിതത്തിന്റെ അർത്ഥം മറ്റുള്ളവരല്ല തീരുമാനിക്കേണ്ടത്. വാലിഡേഷൻ തേടുന്നത് നിർത്തുക. നിന്റെ വില തീരുമാനിക്കാൻ മറ്റുള്ളവർക്ക് അധികാരം കൊടുക്കരുത്. ജീവിതം എളുപ്പമാകണമെന്ന് ബെഗ്ഗിങ് ചെയ്യുന്നത് നിർത്തുക. പകരം പ്രതിസന്ധികളെ നേരിടാൻ നിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക. വിക്ടിം കാർഡ് കളിക്കുന്നത് നിർത്തുക. നിനക്ക് സംഭവിച്ച ദുരന്തങ്ങൾക്ക് കാരണം നീ ആയിരിക്കില്ല, പക്ഷേ അതിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം, റാഡിക്കൽ റെസ്പോൺസിബിലിറ്റി നിന്റേത് മാത്രമാണ്. എല്ലാത്തിനും പ്രതികരിക്കുന്നത് നിർത്തുക. നിന്നെ പ്രകോപിപ്പിക്കുന്നവരോടുള്ള ഏറ്റവും വലിയ മറുപടി നിന്റെ നിശബ്ദതയാണ്. നിന്നെ രക്ഷിക്കാൻ ആരും ആകാശത്ത് നിന്നോ പുറത്തുനിന്നോ വരില്ല. നിന്റെ ജീവിതത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നീ തന്നെ ഏറ്റെടുക്കണം. സ്വയം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറണം. ഇത് മറ്റുള്ളവരോട് ഒച്ചയിടാനോ അവരെ ഡോമിനേറ്റ് ചെയ്യാനുള്ള മാർഗമല്ല. ഇത് സെൽഫ് ഓണർഷിപ്പാണ്. എപ്പോഴാണോ നീ നിന്നെ തന്നെ പൂർണ്ണമായും സ്വന്തമാക്കുന്നത്, അപ്പോൾ ആർക്കും നിന്റെ ഐഡന്റിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ആരും നിന്റെ വർത്ത് ഡിഫൈൻ ചെയ്യില്ല. ഒരു റിജക്ഷനും നിന്റെ കോറിനെ തകർക്കാൻ കഴിയില്ല. യു ബിക്കം ആബ്സല്യൂട്ട്ലി അൺബ്രേക്കബിൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമൃദ്ധമായ ജീവിതം, ആ വിജയം, അത് പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ അതിനായി തയ്യാറെടുപ്പിക്കുക. പോയി അത് സ്വന്തമാക്കുക. നിനക്ക് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ്, ഏറ്റവും വലിയ എതിർപ്പ് കിട്ടിയത് എപ്പോഴാണ്? കമന്റിൽ പറയൂ. നമുക്കതൊരുമിച്ച്